രാജ്യത്തെ കോടിക്കണക്കിന് ഉദ്യോഗാർത്ഥികളെയും വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും വളരെ ആശങ്കപ്പെടുത്തുന്ന, അവരുടെ ഭാവി തകർക്കുന്ന ചോദ്യപേപ്പർ ചോർച്ചയും പരീക്ഷകളിലെ പ്രവേശന പരീക്ഷയും അതുപോലെ മറ്റ് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്ന പരീക്ഷയിലെ ക്രമക്കേടും ഏറെ ആശങ്കാജനകമാണ്. അത് സംബന്ധിച്ച് യുവജനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും പ്രതിഷേധങ്ങൾ രാജ്യത്തൊട്ടാകെ ശക്തി പ്രാപിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന ഛാത്രോം കി ഗൂഞ്ച്, വിദ്യാർത്ഥികളുടെ ഗർജനം, രാജ്യവ്യാപകമായിട്ട് ആ പ്രചരണം രാഹുൽജി ഏറ്റെടുത്തു. കോട്ടയിൽ ആരംഭിച്ച് ഡെറാഡൂണിൽ ലക്ഷക്കണക്കിന് യുവാക്കളെ അണിനിരത്തിക്കൊണ്ടാണ് ആ പ്രതിഷേധ ശബ്ദം ശക്തമായിട്ട് രാജ്യത്ത് തുടരുന്നത്. വിദ്യാഭ്യാസ സമ്പ്രദായത്തെയും അതുപോലെ ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കുന്ന സംവിധാനങ്ങളെയും പൂർണ്ണമായിട്ടും അഴിമതിക്കാർക്ക് വിറ്റ് കാശാക്കുന്ന കേന്ദ്ര നയങ്ങൾക്കെതിരെയുള്ള ശക്തമായ താക്കീതാണ്. 2014 ശേഷം ഇന്ത്യയിൽ 152ലധികം ചോദ്യപേപ്പറുകളാണ് ചോർന്നത്. ഇത് നേരിട്ട് ബാധിച്ചത് 7.5 കോടിയോളം വരുന്ന വിദ്യാർത്ഥികളെയും അവരുടെ കുടുംബങ്ങളെയുമാണ്. 152ലധികം ചോദ്യപേപ്പർ ചോർച്ചാ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ബാധിക്കുന്നത് 7.5 കോടിയിലധികം വരുന്ന ആളുകളെയാണ്. ജീവിതം വെച്ചുകൊണ്ടുള്ള ഈ കളി അത് വെളിച്ചത്ത് കൊണ്ടുവരാനോ അതിനുത്തരവാദികളായവരെ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരാനോ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. ഒരു സർക്കാർ ജോലിക്കായിട്ട് ഒരു വ്യക്തി 15 മണിക്കൂറിലധികം പഠിച്ച് 5 വർഷത്തിലധികം തയ്യാറെടുപ്പ് നടത്തിയിട്ടാണ് ഒരു പരീക്ഷയ്ക്ക് പോരുന്നത്. അതിന് കോടിക്കണക്കിന് ആളുകളുടെ ചോരയും നീരും അതിൽ അർപ്പിക്കപ്പെടുന്നുണ്ട്. അതിന് സാമ്പത്തിക ചെലവുണ്ട്. അത്തരത്തിലുള്ള തയ്യാറെടുപ്പിന് ശേഷം നടക്കുന്ന പരീക്ഷകൾ കുറ്റമറ്റതാകണം, നീതിപൂർവമായിരിക്കണം, ന്യായയുക്തമായിരിക്കണം. ചോദ്യപേപ്പറുകൾ പണം കൊടുത്താൽ കിട്ടും എന്ന അവസ്ഥ വരരുത്. അനർഹർക്ക് അവിടെ പ്രവേശനവും അതുപോലെ തന്നെ ജോലിയും കിട്ടുന്ന സാഹചര്യം നിലനിൽക്കുകയാണ്. ഇത് 9 കോടിയിലധികം വരുന്ന ഉദ്യോഗാർത്ഥികളാണ് രാജ്യത്തെ. അതിന് പകുതി വരുന്ന ജോലികൾക്ക് വേണ്ടി ഇത്തരത്തിൽ കേഴുന്നത് വലിയ പ്രയാസമാണ് അവരിന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തെ മുൻനിര പരീക്ഷാ ചോദ്യപേപ്പറുകൾ ഉയർന്ന വിലയ്ക്ക് വിൽക്കപ്പെടുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. നീറ്റ് 2026 ചോദ്യപേപ്പർ വിറ്റത് 40 ലക്ഷം രൂപയ്ക്കാണ്. നീറ്റിന്റെ ചോദ്യപേപ്പർ വിറ്റത് 40 ലക്ഷം രൂപയ്ക്കാണ്. ഒഡീഷ പോളിസീസ് SI 2025 ചോദ്യപേപ്പർ വിറ്റത് 25 ലക്ഷം രൂപയ്ക്കാണ്. IIT JEE 2021-25 ചോദ്യപേപ്പർ വിറ്റത് 15 ലക്ഷം രൂപയ്ക്കാണ്. ഇത്തരത്തിലുള്ള ചോർച്ചകളുടെ മാനസിക സമ്മർദ്ദം താങ്ങാൻ കഴിയാതെ നിരവധി വിദ്യാർത്ഥിനികൾ ജീവനൊടുക്കുന്ന സംഭവം രാജ്യത്തുണ്ടായിട്ടുണ്ട്. ഇത് ഞെട്ടിപ്പിക്കുന്ന സംഭവം തന്നെയാണ്. ഈ തകർച്ചയ്ക്ക് ഉത്തരവാദിയായ കേന്ദ്ര മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാൻ കോൺഗ്രസ് പാർട്ടി ഇതിനോടകം ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിരവധിയായ പ്രക്ഷോഭങ്ങൾ അതിന്റെ ഭാഗമായിട്ട് തിരുവനന്തപുരത്ത് യുവജന വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടന്നു. വിദ്യാഭ്യാസത്തിന്റെ ഭാവിയെയും യുവാക്കളുടെ ഭാവിയെയും രക്ഷിക്കണം. അതിനുവേണ്ടി കോൺഗ്രസ് നേതൃത്വം ശക്തമായിട്ടുള്ള സമരമുഖത്താണ്. ആഗസ്റ്റ് 1 ലോകഭവന് മുൻപിൽ യുവജന രോഷം അതിശക്തമായിട്ട് ആളിക്കത്തുന്ന രൂപത്തിലുള്ള സമര പരിപാടികൾക്ക് നേതൃത്വം നൽകും. ഇതിനെല്ലാം യുവാക്കളുടെയും ബഹുജനങ്ങളുടെയും അവരുടെ രക്ഷിതാക്കളുടെയും പിന്തുണയും സഹകരണവും അഭ്യർത്ഥിക്കുന്നു. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് നേതൃത്വം നൽകുന്ന ഈ സമരത്തിന് കേരളത്തിലെ കോൺഗ്രസിന്റെയും നല്ലവരായ ജനങ്ങളുടെയും എല്ലാ പിന്തുണയും ഞങ്ങൾ നൽകുകയാണ്. എല്ലാ വിജയങ്ങളും ആശംസിക്കുകയാണ്. ഈ പോരാട്ടം വിജയത്തിലേക്ക് എത്തും എന്ന പൂർണ്ണ വിശ്വാസത്തിലാണ്. അത് യുവജന വിദ്യാർത്ഥി സംഘടനകൾ, യൂത്ത് കോൺഗ്രസും NSUയും ഒക്കെയാണ് അതിന് നേതൃത്വം നൽകുന്നത്. തിരുവനന്തപുരത്തെ പരിപാടികളും അവരാണ് സംഘടിപ്പിച്ചത്. ഞാൻ ആ പരിപാടി പങ്കാളികളായിരുന്നു. ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഒരുപാട് പേര് ആത്മഹത്യ ചെയ്യുന്ന പ്രശ്നങ്ങളുണ്ട്. പക്ഷേ KSU എന്ന് പറഞ്ഞൊരു സംഘടന ഈ വിഷയം ഒരു സ്ഥലത്തുള്ള അഡ്രസ് ചെയ്തായിട്ട് ഇല്ല. KSU നമ്മളെ ലോകഭവനിലേക്ക് എത്ര മാർച്ച് നടത്തി? NSUവിന്റെ ബാനറിൽ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ നടത്തുമ്പോൾ KSU അതിൽ കേരളത്തിൽ പങ്കാളികളാണ്. സജീവമായിട്ട് തന്നെ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ പരീക്ഷയും ചോരുന്നതും മാറിപ്പോകുന്നതും ഒക്കെ നിരവധിയായ സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുകയാണ്. കേരളത്തിൽ ഇതിന്റെ തനിപ്പതിപ്പാണ് നടക്കുന്നത്. PSCയിലെ ക്രമക്കേടുകളെ സംബന്ധിച്ച് ഒരു അന്വേഷണത്തിന് കേരള ഗവൺമെന്റ് തീരുമാനിച്ചപ്പോൾ അതുമായിട്ട് സഹകരിക്കാൻ PSC തയ്യാറാകേണ്ടതായിരുന്നു. മറിച്ച് അവരെന്തോ ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് അന്വേഷണത്തിൽ നിന്ന് പിന്തിരിയാൻ, അന്വേഷണത്തെ ദുർബലപ്പെടുത്താൻ അവർ പരിശ്രമിക്കുന്നത്. ആ പരിശ്രമം നടക്കില്ല.
ശക്തമായിട്ടുള്ള അന്വേഷണ നടപടികളിലൂടെ PSCയുടെ ക്രമക്കേടുകൾ തുറന്നു കാട്ടപ്പെടും, നടപടികൾ സ്വീകരിക്കും. ഗവൺമെന്റ് അതിൽ പ്രതിജ്ഞാബദ്ധമാണ്. അതിശക്തമായിട്ടുള്ള വിദ്യാർത്ഥികളുടെ ഛാത്രോം കാ ഗൂഞ്ച്, വിദ്യാർത്ഥികളുടെ വികാര പ്രകടനം, പ്രതിഷേധ ശബ്ദം, അതാണ് അതിന്റെ ഹിന്ദി. വേറെന്താ, മഴയൊക്കെ എങ്ങനെയുണ്ട്? അതെയോ? മഴയുടെ കാര്യത്തിൽ ഗണ്യമായ കുറവുണ്ട്. നമ്മളതിന്റെ കണക്ക് തന്നെ പറഞ്ഞായിരുന്നു. മഴയ്ക്ക് വേണ്ടി നമ്മൾ നേരത്തെ ഞാൻ പഠിച്ച, നിങ്ങളൊക്കെ എന്നെക്കാൾ ജൂനിയേഴ്സ് ആയതുകൊണ്ട് പഠിച്ചിട്ടുണ്ടാവില്ല, മഴക്കാർ വാനിലേറുമ്പോൾ മയിലാടുന്നു കൗതുകാൽ. മഴക്കാർ കാണുമ്പോൾ മയിലാണ് കൗതുകത്താൽ നൃത്തം ചെയ്യുന്നു. ഇപ്പം മഴക്കാർ വാനിലേറുമ്പോൾ മന്ത്രി ആടുന്നു കൗതുകാൽ എന്ന് വേണമെങ്കിൽ നമുക്ക് തിരുത്തി എഴുതാം. മഴയ്ക്ക് വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. ഇത് ഇന്ത്യ രാജ്യത്തും ലോകത്ത് തന്നെയുള്ളൊരു പ്രതിഭാസമാണ് ഈ മഴ കുറയുമ്പോൾ വരുന്ന രണ്ട് കാര്യം. ഒന്ന്, ജലലഭ്യത കുറയുന്നു. നമ്മളെ വൈദ്യുതി പദ്ധതി, ജലവൈദ്യുത പദ്ധതികളുടെ ജലശേഷി കുറയുന്നു. അപ്പോൾ നമുക്ക് ഉൽപാദനം കുറയും. വേറൊരു കാര്യം, മഴ കുറയുമ്പോൾ ചൂട് കൂടും. എല്ലാവർക്കും അറിയാവുന്ന സിമ്പിൾ സയൻസ് ആണ്. അപ്പം നമുക്ക് വൈദ്യുതിയുടെ ഉപഭോഗം കൂടുന്നു. ഇത് രണ്ടുമാണ്, അതിന്റെ രണ്ട് സൈഡിലെ എഫക്റ്റ് നമ്മളെ മോശമായിട്ട് ദോഷമായിട്ട് ബാധിക്കുന്നു. പരിഹരിക്കാനുള്ള കഠിന പരിശ്രമത്തിലാണ് നമ്മൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നാമതായിട്ട്, കേരളത്തിന് കിട്ടുമായിരുന്ന 4.29 പൈസയ്ക്ക്, 4.29 കിട്ടുമായിരുന്ന ദീർഘകാല കരാർ, അത് റദ്ദാക്കപ്പെട്ടതാണ് ഇതിന്റെ ഒരു പ്രതിസന്ധി. 465 മെഗാവാട്ട്. അപ്പൊ നമ്മള് ഈ ഏറ്റവും വലിയ പ്രശ്നം വരുന്നത് 1000 മെഗാവാട്ടിന് താഴെയാണ്. 600 മെഗാവാട്ടാണ് നമ്മളെ ക്രൂഷ്യൽ ടൈമിൽ, പീക്ക് അവറിൽ നമുക്ക് കുറവ് വരുന്നത്. ആ 465 മെഗാവാട്ട് നമുക്ക് കിട്ടുമായിരുന്നു. ഇപ്പൊ നമ്മള് ഫുട്ബോളിന് ഉൾപ്പെടെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്, നമുക്ക് പകൽ സമയത്ത് ഇഷ്ടം പോലെ വൈദ്യുതിയുണ്ട്. എന്താണ് കാരണം? സോളാറിൽ നിന്ന് കിട്ടുന്നുണ്ട്. പകൽ സമയത്ത് ഉൽപാദനം കൂടുതലാണ്, ഉപയോഗം കുറവാണ് പകൽ സമയത്ത്. അതേസമയത്ത് ഇത് സ്റ്റോർ ചെയ്യാൻ നമുക്ക് സംവിധാനമില്ല. രാത്രിയിലാണ് നമുക്ക് ആവശ്യം വരുന്നത്. പകല് ചെറിയ പൈസയ്ക്ക് കിട്ടുന്നത്, 1 പൈസയ്ക്ക് വരെ കിട്ടുന്നത്, രാത്രി നമ്മൾ 10 രൂപ കൊടുത്തിട്ടാണ് വാങ്ങുന്നത്. അങ്ങനെയും കിട്ടാനില്ല രാജ്യത്തൊട്ടാകെ വരുന്നതുകൊണ്ട്. പിന്നെ കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ വലിയ വേനൽക്കാലത്ത് കേരള ഗവൺമെന്റ്, അത് ഏത് ഗവൺമെന്റ് ആണെന്നുള്ളതല്ല വിഷയം, ഗവൺമെന്റ് അന്ന് വായ്പ വാങ്ങിയിരുന്നു. അത് കടം എന്ന് പറഞ്ഞാൽ പച്ചക്കടമാണ്, സാപ്പ് എഗ്രിമെന്റ് എന്ന് പറയും. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മൾ വായ്പ വാങ്ങിയ വൈദ്യുതിയുണ്ട്. അത് ജൂൺ 15 മഴ കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ് വായ്പ വാങ്ങുന്നത്. അത് നമ്മൾ തിരികെ കൊടുക്കുകയാണ്. സെപ്റ്റംബർ 15 വരെ തിരികെ കൊടുക്കണം. ഏപ്രിൽ മാർച്ച് മാസങ്ങളിലേക്ക് വാങ്ങിയത് ജൂൺ 15 മുതൽ സെപ്റ്റംബർ 15 വരെ നമ്മൾ തിരികെ കൊടുത്ത് തീർക്കണം. ഇതുവരെ തിരികെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കി സ്ഥലങ്ങളിൽ നിന്ന് കിട്ടാവുന്നത് അധിക വില കൊടുത്തു. പകൽ നമുക്ക് ആവശ്യമില്ലെങ്കിൽ പോലും മറ്റ് സംസ്ഥാനങ്ങൾ വാങ്ങുമ്പോൾ പകലും രാത്രിയിലേക്കാണ് വാങ്ങുന്നത്. അപ്പൊ വിൽക്കുന്ന ആളുകള് പകൽ സമയത്ത് അവർക്ക് എടുക്കുന്നില്ലെങ്കിൽ, അവരുടെ സാധനം എടുക്കുന്നില്ലെങ്കിൽ അവര് വില കിട്ടില്ലല്ലോ. അപ്പൊ അവര് രാത്രിയും പകലും എടുക്കുന്ന സ്ഥാപനങ്ങളെയോ സംസ്ഥാനങ്ങളെയാണ് അവർ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവിടെയാണ് കൊടുക്കുന്നത്. നമ്മളതുകൊണ്ട് രാത്രിയും പകൽ ആവശ്യമില്ലാത്തതും കൂടെ വാങ്ങാൻ നമ്മൾ നിർബന്ധിതരായിരിക്കുകയാണ്. അതിലിപ്പം ഇന്നലെ കിട്ടിയിരിക്കുന്ന അനുവാദം കിട്ടിയിരിക്കുന്ന, കമ്മീഷൻ അനുവാദം കിട്ടിയിരിക്കുന്ന ആ സ്കീമിൽ നമ്മൾ 200 മെഗാവാട്ട് വാങ്ങുമ്പോൾ തന്നെ 850 കോടി രൂപ അതിനായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അതൊരു പാക്കേജായിട്ടാണ് വാങ്ങുന്നത്. കാരണം അല്ലെങ്കിൽ നമുക്ക് കിട്ടില്ല, രാത്രി കിട്ടില്ല. അത് കൂടുതൽ പൈസ ചെലവഴിക്കേണ്ടി വരുന്നു രാത്രിക്ക് വേണ്ടി. അതിനുണ്ടാക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഒരു 850 കോടി രൂപ ആ ഒരു പർച്ചേസ് സ്കീമിൽ തന്നെ നമുക്ക് ചെലവ് പ്രതീക്ഷിക്കാം. അവര് സമരം ചെയ്യേണ്ടത് ഈ ദീർഘകാല കരാർ റദ്ദാക്കിയവർക്ക് അത് പാലിക്കാനോ നടപ്പിലാക്കാനോ അന്നത്തെ ഗവൺമെന്റ് തയ്യാറായില്ല, പിണറായി ഗവൺമെന്റ് തയ്യാറായില്ല. അവർക്കെതിരെ സമരം ചെയ്യുന്നു. നന്നായിട്ട് കാണാനാ നമ്മൾ ആഗ്രഹിക്കുന്നത്, അറേഞ്ച്മെന്റ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ സാധാരണഗതിയിൽ ഇപ്പൊ പ്രത്യേക നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എല്ലാ അറേഞ്ച്മെന്റും ചെയ്യുന്നുണ്ട്. അധിക വില കൊടുത്തും ഈ ദിവസം രാത്രി പകലും നമുക്ക് പവർ സപ്ലൈ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള എല്ലാ നിർദ്ദേശങ്ങളും കൊടുത്തിട്ടുണ്ട്. അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നടപ്പിലാവും.